ഏലപ്പാറ സർക്കാർ ആശുപത്രിക്ക് സമീപത്തെ പൊതു കുടിവെള്ള സ്രോതസ്സിൽ പെയിന്റ് കലർന്ന കുടിവെള്ളം മലീമസമായി. സർക്കാർ ആശുപത്രിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും കുടിവെള്ളത്തിനും മറ്റുമായി ഉപയോഗിക്കുന്ന പൊതു കിണറാണിത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അന്വേഷണം ആവശ്യപ്പെട്ട് പീരുമേട് പോലീസിൽ പരാതിയും നൽകി. ഏലപ്പാറ ടൗണിന് സമീപം വർഷങ്ങൾക്ക് മുൻപ് കുടിവെള്ള ആവശ്യത്തിനായി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കിണർ. കടുത്ത വേനലിൽ പ്രദേശത്തെ വ്യാപാരികളും വിവിധ വീടുകളിലേക്കും ആശുപത്രി അധികൃതരടക്കം ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ ആശുപത്രിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. ഈ കുടിവെള്ള സ്രോതസ്സിലാണ് പെയിന്റ് കലർന്നിരിക്കുന്നത്. രാവിലെ വെള്ളം പമ്പ് ചെയ്തപ്പോൾ വെള്ളത്തിലുണ്ടായ നിറമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ കിണറ്റിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് പെയിന്റ് പോലത്തെ വസ്തു വെള്ളത്തിൽ കലർന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആശുപത്രി അധികൃതർ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചു. ഒരു 10 കൊല്ലത്തിന് മുന്നേക്ക് ഒത്തിരി ഈ കടകളിൽ അവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്. പക്ഷേ ഇപ്പം വന്നിട്ട് ഹെൽത്തിലോട്ട് മോട്ടർ വെച്ചിട്ട് അങ്ങോട്ടാണ് വെള്ളം എടുക്കുന്നത്. നമുക്ക് രാത്രി നമ്മൾ നോക്കുമ്പോൾ അത് മാലിന്യോ ഏതാണ്ട് ഒരു നീല കളറിലാണ് അത് മൊത്തം കലയിൽ കിടക്കുന്ന വെള്ളം. പക്ഷേ തൊട്ടടുത്തൊരു പെയിന്റിങ് നടക്കുന്നത്. പക്ഷേ പെയിന്റിങ്ങിൻ്റെ മണമൊന്നും വരുന്നില്ല. അവർ പറഞ്ഞ് പെയിന്റ് കലക്കി അവിടെ ഫ്രഷൊക്കെ കഴിയപ്പം ആ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള തെറ്റിക്കൈ കൂടെ അതിനകത്ത് ഇറങ്ങിയതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് ഏതാണ്ട് മുട്ടിയിട്ടില്ല വരുന്നത്. പക്ഷെ നമ്മൾ പഞ്ചായത്തിനെ അറിയിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു നടപടിയും വരുന്നില്ല. ഹെൽത്തിനാണെങ്കിൽ ആരുമില്ല. അതിന് 2 വീട്ടിലെ കുടിവെള്ളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. തക്കതായ അധികൃതരുടെ ഭാഗത്ത് ഒരു നടപടി വേണം. ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തെ കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസം പെയിന്റിംഗ് ജോലി നടന്നിരുന്നു. ഇതിനുശേഷം ബ്രഷും പെയിന്റ് അടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളും കഴുകിയ വെള്ളമാണ് ഇവിടെ മണ്ണിനടിയിലൂടെ ഒഴുകിയെത്തി കലർന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. പൂർണ്ണമായും കൽക്കെട്ടിൽ നിർമ്മിച്ച ഒരു കിണറാണിത്. ഈ കല്ലിന്റെ വിടവുകൾക്കിടയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി കിണറ്റിലെ ജലത്തിൽ കലർന്നതാകാം എന്നാണ് നിഗമനം. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പീരുമേട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. നിരവധി പേർ ഉപയോഗിക്കുന്ന ഈ കിണറിന് സുരക്ഷിതമായ ഒരു മൂടിയില്ല. കഴിഞ്ഞ നാളിൽ ഒരു പശുക്കിടാവ് ഈ കിണറ്റിൽ വീണിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ പരിസരം ശുചീകരിച്ച് സുരക്ഷിതമാക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.